നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ രണ്ട് ഐറ്റം കാണിക്കുന്ന ഒരു മോഡൽ സാരീസ്, ഒന്ന് വളരെ ഭംഗിയുള്ള കുറേ ഷോൾസ്. നമുക്ക് കുറച്ച് നല്ല ഭംഗിയുള്ള ഷോൾസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഷോളൊക്കെ വന്നപ്പോൾ ഈ ഷോളിൻ്റെ കാര്യത്തിൽ എന്നാന്ന് ചോദിച്ചാൽ, ഷോള് ആ ദിവസം 2 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ് പിന്നെ ബുക്കിങ്ങൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പം ഇല്ലെന്നൊക്കെ പറഞ്ഞു കളയുന്നുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഏതൊക്കെയാണ് സ്റ്റോക്ക് എന്നൊക്കെ നോക്കാനുള്ള മെനക്കേട് കൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ. ഇതിപ്പം പറയുന്നത് മാനുഫാക്ചേഴ്സ് അവകാശപ്പെടുന്നത് ഇതിനെ സെമി മൊഡാൾ എന്നാണ്. മൊഡാൾ എന്നൊരു പേര് ഉള്ളൂ. ഇത് മൊഡാളുമായിട്ടൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. പ്യുവർ മൊഡാളിൻ്റെ ഷോളിന് 1400 രൂപയ്ക്ക് മുകളിലേക്കാണ് വില. 101%. എനിക്കുണ്ട് പ്യുവർ മൊഡാളിൻ്റെ 2-3 ഷോളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അതിനകത്ത് ഈ താഴെ ഇങ്ങനെ പട്ടാന്ന് പറയുന്നത് ഈ ഗോൾഡൻ ഇതൊക്കെ പിടിപ്പിച്ചതാണെങ്കിൽ അതിലും മുകളിൽ പോകും, 2000 അടുത്തൊക്കെ പോകും. അത് ഫങ്ഷൻ വെയർ ആയിട്ട് മാത്രം ഇടുന്ന ഒരു സാധനം, അല്ല നമ്മൾ ഡെയിലി വെയർ ആയിട്ട് ഇടുന്ന കുറ്റമൊന്നുമില്ല. പക്ഷെ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സിൽക്കി ആയിട്ടുള്ള സാധനം നമ്മൾ ചുമ്മാ പോകുമ്പോൾ കാഷ്വൽ ഇതിനെടുത്തില്ലോ. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ഷോള് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. കണ്ട ഒരു ഷിഫോൺ ഷോളിൻ്റെ അതിൻ്റെ ഒരു ഗ്ലോസിനെസ് ആണ് അതിനെ മൊഡാളെന്നൊരു പേരിട്ടതായിരിക്കാം. ഞാനിത് മൊഡാളെന്ന് പോലും വിളിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. സെമി മൊഡാൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇതുപോലെ ഇത് കണ്ടോ, അജ്രക്ക് പ്രിൻറ്റും ഒക്കെ ആയിട്ട് നല്ല ഷോളാട്ടോ. ഷോളിന് ഒരു കുറ്റവും പറയാൻ പറ്റും. നല്ല നീളവും വീതി കണക്കിനുള്ള എല്ലാം, ഊർന്നും പോകത്തില്ല. നല്ല നിങ്ങൾക്ക് ഈ കളറിൽ ഏതെങ്കിലും ഇതിപ്പം ഒരു ടീൽ ബ്ലൂ ഷെയ്ഡായിട്ടേ കൂടെ ഇങ്ങനെ ഒരു പിങ്ക് ഇത് പോകുന്നുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉള്ള പ്ലെയിൻ ഡ്രസ്സുകൾക്ക് ഏതിന് വേണമെങ്കിലും എടുത്തിടാം. അതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ട്. 450 രൂപയാണ് ഇതിൻ്റെ വില. മൊഡാളിനൊക്കെ 450 രൂപയ്ക്കൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായിട്ടേ കിട്ടുക, വളരെ ചുരുക്കമായിട്ട്. അത് പ്യുവർ മൊഡാളല്ല. പിന്നെ ഞാൻ പറയുക, ഇതുണ്ട് ഇതിൻ്റെ മുന്താണി പോലെ ഇങ്ങനെ സാധനമൊക്കെ വരുന്നുണ്ട്. ആ അജ്രക്ക് പ്രിൻറ്റ് വരുമ്പോൾ നല്ലൊരു ഭംഗിയും വൃത്തിയൊക്കെ അല്ലേ, നല്ല രസമല്ലേ കാണാൻ. മെറൂൺ ഷെയ്ഡേ, ഒരു ബേജ് കളറ്. ഇതൊക്കെ ഏത് ഇപ്പോൾ ബ്ലാക്കോ വൈറ്റോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഏത് കളറാണേലും, ഇപ്പോൾ റെഡോ മെറൂണോ അങ്ങനത്തെ പ്ലെയിൻ ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഇടുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. പിന്നെ പലതിനും ചേരുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ തുമ്പിലത്തെ സംഭവം. ഇതൊക്കെ ഉണ്ട് കേട്ടോ, ടാസിലും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ബ്ലാക്ക്, കണ്ടോ ബ്ലാക്കിൻ്റെ മുന്താണി കണ്ടോ, നല്ല ഭംഗിയല്ലേ, നല്ല രസമല്ലേ. എല്ലാം നല്ല ഷോളാട്ടോ. ഒരു ഷോളിനും കുറ്റം പറയാനേ പറ്റത്തില്ല. റേറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിൻ്റെ റേറ്റ് ഉണ്ട്. പിന്നെ പ്രിൻ്റ്, അജ്രക്കിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ എന്നല്ല, ഉണ്ടല്ലോ. ബോട്ടിൽ ഗ്രീൻ, കണ്ടോ. ഇതിൻ്റെ 4 സൈഡും ഇങ്ങനെ ലോക്കെല്ലാം ചെയ്ത കേട്ടോ, ചെറിയ ഇങ്ങനെ ലോക്ക് ചെയ്ത സംഭവമാണ് 4 സൈഡ്. എന്നിട്ട് ടാസിലെല്ലാം പിടിപ്പിച്ചൊരു ഇതിപ്പം വന്നിട്ട് ഒരു ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡ്, അല്ലെങ്കിൽ ഒരു തവിട്ട ഷെയ്ഡ്, രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ലൊരു കളറല്ലേ, കണ്ടോ. ഇങ്ങനെ അതിൻ്റെ ഭംഗിയുള്ള പാർട്ടെന്ന് പറയുന്നത് അതിൻ്റെ ആ തുമ്പാണ്. പിന്നെ എന്ത് കളർ ഡ്രസ്സിന് വേണമെങ്കിലും നമുക്ക് അത്യാവശ്യം മാച്ചിങ് നമ്മൾ കോൺട്രാസ്റ്റ് ഇടുമല്ലോ, അങ്ങനെ ഇടുകയും ചെയ്യാം. അതായത് പീച്ചിന് അല്ലെങ്കിൽ മഞ്ഞയ്ക്ക് മാച്ചിങ് വരുന്ന കളറുകളുണ്ടല്ലോ, അതിനൊക്കെ ഇടാം. പ്ലെയിനിന് ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. നല്ല പ്രിൻ്റഡ് ഷോള് കണ്ടോ. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എവിടം വരെയാണ് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതെന്നാ ഇത് പ്രിൻ്റ് മാറിയല്ലേ, ഡിസൈൻ മാറിയോ? സെയിം ഷോളാണേ, ഡിസൈൻ വ്യത്യാസപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാം ആ കളർ തന്നെ റിപ്പീറ്റ് ആകുന്നു. ഇതിൻ്റെ ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെ, അത് ഒന്നാണോ? ആണോ?
അതും ഇത് ഒന്നാണ്. ഒരു ഗ്ലോ ഉണ്ട് ഈ മെറ്റീരിയലിനെ, അതുകൊണ്ട് ഒരു സിൽക്കി ടച്ച് തോന്നിക്കുന്നുണ്ട്. കണ്ടോ, നല്ല ഭംഗിയല്ലേ? ഇതിൻ്റെ കൂടെ നല്ല ബ്ലാക്കും ഡ്രസ്സ്, വെറും പ്ലെയിൻ ബ്ലാക്ക് ടോപ്പും പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം ഇട്ടിട്ട് ഇതിടണം. നല്ലൊരു ലുക്കാണ്. കാര്യം നമ്മൾ കേട്ടിട്ടില്ലാത്തതല്ല, കണ്ടിട്ടില്ലാത്തതല്ല, കണ്ടു മടുത്തതുമാണ്. പക്ഷേ ഇതിന് ഭയങ്കര ലുക്കായിരിക്കും. എത്ര പ്രാവശ്യം ഇട്ടെന്ന് പറഞ്ഞു മോശമായി പോകത്തില്ല. കണ്ടോ, മെറൂൺ. നേവി ബ്ലൂ. കണ്ടോ, ആഷ്. ആ മോഡൽ അത്രയുള്ളേ. ഇനി ഇത് നമ്മുടെ ഒരു നെറ്റ് കോട്ടയുടെ പോലത്തെ ഒരു ഷോളാണ്. പക്ഷെ നമുക്ക് നന്നായിട്ട് അത് ഒതുങ്ങിക്കിടക്കും. ഈ നെറ്റ് കോട്ടയൊക്കെയുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവർഗ്രീനാണ്. എപ്പോഴും എന്ത് ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടാലും ഒരു സ്റ്റൈല് തോന്നിക്കും. ഇതെന്ന് പറയുന്ന നെറ്റ് കോട്ടയുടെ ആ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിലും ഒട്ടും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു മോഡലല്ല. ഇതുണ്ട്, നന്നായിട്ട് നമുക്ക് ശരീരത്തോട്ട് ഇങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ എന്നാ പറയുക, തളോന്ന് കിടക്കുന്നതിൻ്റെ ആ ഒരു ഇതല്ല, ഒരു വൃത്തിയുണ്ട്, ഒരു എന്താ പറയുന്നത്, ഒരു ഭംഗി, ഒരു വൃത്തിയുണ്ട് അങ്ങനത്തെ ഇതിട്ടാൽ. വൺ സൈഡ് ഇട്ടാലും എങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയാണ്. ഓരോന്നിൻ്റെ നീളവും വീതിയും മണ്ണവും പൊക്കവും ചോദിക്കരുത്. നോർമൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നീളവും വീതിയൊക്കെ തന്നെയാണ്. നമ്മളങ്ങനെ ഓരോന്നും എടുത്ത് അളന്നൊന്നും നോക്കാനായിട്ട് സാധിക്കത്തുമില്ല. ഇതിപ്പോൾ ഇത് തന്നെ കേട്ടോ, നെറ്റ് കോട്ടയുടെ ഒരു ഷോളാണ്. ഇതിപ്പോൾ വന്നിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഓഫ് വൈറ്റും കൂടെ കൂടിയത്. വൈറ്റിനൊക്കെ ഇടാൻ നല്ല ഭംഗിയാണ്. വൈറ്റിന് പറഞ്ഞാൽ വൈറ്റ് ഡ്രസ്സിന്. ഇതെല്ലാം നെറ്റ് കോട്ടയാണ്. 290 രൂപയേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ആ വില തന്നെയായിരിക്കും അല്ലേ? ആ മൊഡാളിൻ്റെയൊക്കെ ഷോൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമേ ഇല്ല. ഞാനൊക്കെ ആണെങ്കിൽ ഈ വലിയ വില കൊടുത്ത് മൊഡാളിൻ്റെ വലിയ സിൽക്ക് ഷോൾ വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഷോളൊക്കെ ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഷോൾ ഇല്ലാതെ പറ്റത്തില്ല, തീരെ ക്യാഷ്വലായി പോകുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളപ്പം ഇപ്പം നമ്മളൊന്നും അന്വേഷിച്ചിട്ട് പോലും ചിലപ്പോൾ കിട്ടുകയില്ലായിരുന്നു. ഞാനിങ്ങനെ തേടി നടന്നിട്ടുണ്ട്, സെമി മൊഡാൾ കിട്ടുമോ എന്ന് ചോദിച്ചോണ്ടേ. അന്നേരം ഒന്നും ആവശ്യപ്പെട്ടപ്പോൾ കിട്ടിയില്ല. അത് കഴിഞ്ഞ് മറ്റേതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതാണ്ട് ആശാൻ വന്നു. അതങ്ങനെയാണല്ലോ, എല്ലാ കാര്യവും അങ്ങനെയല്ലേ? ചിന്തിച്ച് നോക്കിക്കേ. നമ്മളിപ്പോൾ ഒരു സാധനം തപ്പി തേടി നടക്കുക, അന്നേരം അത് കിട്ടത്തില്ല, വേറെ പണ്ട് തന്നെയും കാണാതെ പോയത് കിട്ടും. പിന്നെ ഇത് തപ്പണമെങ്കിൽ അതിന് ഞാൻ പറയും, ഇതാന്ന് പറഞ്ഞ് തപ്പരുത്, വേറെ സാധനമാണെന്ന് പറഞ്ഞ് തപ്പണം. അപ്പോൾ ഇത് കിട്ടും. പറ്റിച്ചേന്ന് പറയാം. നേവി ബ്ലൂ. എൻ്റെ ചളിയൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യപ്പെട്ടോ? ദേഷ്യം വരുന്നവർ ദേഷ്യപ്പെടണം, ചിരി വരുന്നവർ ചിരിക്കണം. ഒന്നും വേണ്ടെന്ന് വയ്ക്കരുത്. എല്ലാം ഇങ്ങനെ പുറത്തോട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ ഇതങ്ങ് കാണിച്ചങ്ങ് ജീവിച്ചാൽ മതി. ഹെയറൊക്കെ പിടിച്ച് പോകുമ്പോഴേ പ്രശ്നം. അടിപൊളിയല്ലേ? റാണി പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണേ. നെറ്റ് കോട്ട കേട്ടോ. അതിൻ്റെ ഇത് കാണിച്ച്, ഇത് കണ്ടോ, അതിൻ്റെ സ്റ്റഫ് കണ്ടോ, കാണാവോ? ഇപ്പം കണ്ടതെല്ലാം അങ്ങനത്തെ തന്നെ കേട്ടോ. നല്ല എടുപ്പായിരിക്കും അല്ലേ? ഇതിനൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഞാൻ പറഞ്ഞ ബ്ലാക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള. വൈറ്റ് നല്ലതാണ്. വൈറ്റൊക്കെ ഈസ്റ്ററിനൊക്കെ വൈറ്റും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനത്തെ ഷോളൊക്കെ നല്ലതാണ്. പക്ഷേ ബ്ലാക്കിൻ്റെ കൂടെ ഇടുമ്പോൾ വേറൊരിതാ. ഒരിത് അതിൻ്റെ ബ്ലൂ, പീക്കോക്ക് ബ്ലൂ. ഒതുങ്ങി കിടക്കും കേട്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല മാനേജ് ചെയ്യാൻ. എന്തുകൊണ്ടോ ഒതുങ്ങി കിടക്കും. തട്ടമായിട്ടിടാനും ഒക്കെ നല്ലതാണ്. ഇനി നമ്മുടെ സെമി സിൽക്ക്, സോഫ്റ്റ് സിൽക്ക്, സെമി സിൽക്ക്, അങ്ങനത്തെ സാധനം.
ഇൻഡിഗോ ഷെയ്ഡാണ്. പ്യുവർ ഇൻഡിഗോയുടെ മിക്സും ലൈറ്റാ കൂടെ വൈറ്റും ഒക്കെ ഉണ്ട്. വൈറ്റ് ഡ്രസ്സിന് നല്ലതാണ്. ആ സെയിം എടുത്തിട്ടാണെങ്കിൽ ആ സെയിമിനേക്കാളും നല്ലത് കോൺട്രാസ്റ്റ് ആയിരിക്കും. ഭയങ്കര സോഫ്റ്റാട്ടോ. പിന്നെ മുന്താണിയൊക്കെ ഉണ്ട്. ഇൻഡിഗോ ഷെയ്ഡാണ് ഏതേ എല്ലാം ഇപ്പം കാണിച്ചതെല്ലാം. ഡിസൈൻ മാത്രം വ്യത്യാസം. ചിലതിന് മുന്താണി ഉണ്ട്, ചിലതിന് മുന്താണി ഇല്ല. ഫുൾ അങ്ങനെ മുന്താണിയും ബോർഡറും ഒക്കെ ആയിട്ട് ചിലത് അങ്ങനെയല്ലാതെ. നല്ലൊരു സിൽക്കി ഒരു ഗ്ലോ ഉള്ളതുകൊണ്ട് ഒരു സിൽക്ക് ഷോൾ ഇട്ട പോലൊക്കെ ഉണ്ട്. ഒരു സെമി സിൽക്കി ഷോൾ. നല്ല ടസറിൻ്റെ ഷോളിൻ്റെ ഒക്കെ സ്റ്റഫ് പോലെ ഇരിക്കുന്നല്ലേ. അതുപോലെ ഉണ്ട് കേട്ടോ. ടസറിൻ്റെ ഷോളിൻ്റെ ആ ഒരു സ്റ്റഫിന് കിട്ടുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ട്. ഉണ്ടോ? എന്താണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സിക്സാഗ് എന്താണെങ്കിൽ ഇങ്ങനെ കണ്ടോ. തീർന്നു ഷോൾ. ഇന്നത്തെ ഷോൾ ഇഷ്ടം പോലെ വന്നിരിപ്പുണ്ട്. കാണിക്കുന്നതിനെ കഴിഞ്ഞ് ഓർഡർ എടുക്കാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ട് ഷോൾ കുറച്ച് കാണിക്കാം. അടുത്ത ദിവസങ്ങളിലെല്ലാം ഷോൾ കാണിക്കാതെ. ഒരു 3 ഷോൾ വരെ ഒറ്റ ഷിപ്പിംഗ് ആയിരിക്കാം. ആണോ? 5 ഷോൾ വരെ പറഞ്ഞിട്ട് പിന്നെ മാറ്റി പറയരുത്. 4 ഷോൾ വരെ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ DTDC-ക്കാർ പറയും ഇതിന് വെയിറ്റ് കൂടുതലാന്ന് പറഞ്ഞാൽ വ്യത്യാസപ്പെടും. എന്നാലും 4 ഷോൾ വരെ എന്നാണേലും ബാക്കി കൊടുത്തോളൂ. ശരി, 5 ഷോൾ വരെ ഒറ്റ ഷിപ്പിങ്ങിൽ പോകും. അപ്പം ഷോളൊക്കെ ആവശ്യമുള്ളവർ എടുക്കുക. നമുക്ക് സ്കൂളുകളൊക്കെ തുറന്നും അങ്ങനെ ഇതെല്ലാം വന്നു കഴിയുമ്പം ടീച്ചേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും ഷോൾ വേണം. ഞാൻ ടീച്ചേഴ്സിന് എടുത്ത് പറയാനേ, ടീച്ചേഴ്സൊക്കെ അങ്ങനെയുള്ള ഇതിൽ പെട്ട ആൾക്കാർക്ക് ഷോളൊക്കെ ഇട്ടല്ലേ പോവുള്ളൂ. ഇത് നമ്മളുടെ ഈ സാരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാം. ഞാൻ വലിക്കണോ? അടിപൊളി ചന്ദേരി സിൽക്കി വന്നിട്ടുള്ള അതിൻ്റെ ബോർഡറാണ് ഏറ്റവും ഇതല്ലേ. ആ ബനാറസി ജക്വാഡ് വീവിങ് ബോർഡർ നല്ല ഭംഗിയാണ്. ചന്ദേരി കോട്ടൺ ആണ് ഇത്. ഞാൻ കാണിച്ചാണ് ഇതിൻ്റെ വേറെ കളേഴ്സൊക്കെ ഞാൻ കാണിച്ചതാണ്. ഇതിപ്പോൾ റീസ്റ്റോക്ക് വന്നതാണ് വേറെ, അതിൻ്റെ തന്നെ വേറെ മോഡൽ. എല്ലാവർക്കും ഇഷ്ടം. ഒത്തിരി നല്ല അഭിപ്രായം വന്ന ഇതിൻ്റെ മുന്താണി ഒന്ന് കാണിച്ച് ഉണ്ടോ? മുന്താണിയൊക്കെ എന്നാ ഒരു സ്റ്റാൻഡേർഡാണ് നോക്ക്. ഉണ്ടോ? അടിപൊളിയായിട്ടുള്ള മുന്താണിയല്ലേ. ഇങ്ങനെ ഇനി താഴെ ഇതുണ്ട്. ഈ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. മുകളിലത്തെ ബോർഡറിന് അത്രയും വീതിയില്ല. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ കളറ് ഒരു ഗ്രീൻ ഷെയ്ഡും പർപ്പിളും കൂടെ, ഡാർക്ക് പർപ്പിൾ. വെറും പർപ്പിൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഡാർക്ക് പർപ്പിൾ. ഇതിൻ്റെ ഒരു സൈഡിൽ ഇത്രയും ബോർഡർ ഉണ്ട്. കയ്യിൽ വെക്കണമെങ്കിൽ അത്രയും തന്നെ വെക്കാം. ഇതിന് നല്ലൊരു ആൻറ്റിക് സെറി ബോർഡറാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അല്ല ബോർഡർ വേണമെങ്കിൽ നമുക്കിവിടെ കട്ട് ചെയ്ത് എത്ര നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് എങ്ങനെ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. കാരണം ഇവിടെ ഈ ഒരു പച്ച വന്നിട്ട് ഇവിടെയോട്ട് വരുമ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ ആ ഡാർക്ക്നെസ്സും ആ ഒരു ബോർഡറും എല്ലാം കൂടെ നല്ലൊരു എടുപ്പാണ്, നല്ലൊരു ഭംഗി. പിന്നെ ഇതിലെല്ലാത്തിലും ഉപരി ഈ നല്ല സുഖമാണ് ഉപയോഗിക്കാൻ. സുഖമാണ്, ഒട്ടും ഗ്രാൻഡ് കുറയുന്നുമില്ല. ഏത് പ്രായത്തിലുള്ളവർക്ക് വേണമെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാം.
അതിൻ്റെ നേരെ തിരിച്ച് പർപ്പിൾ ബോഡി, ബോർഡർ ഗ്രീൻ, നേരെ തിരിഞ്ഞു വന്നു. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. മുന്താണിയൊക്കെ എത്ര നല്ല ഗ്രാൻഡായിട്ടാണ് വീവ് ചെയ്തേക്കുന്നതെന്ന് കണ്ടോ. ബ്ലൗസ് ഒന്നുമില്ല, സെയിം കോൺട്രാസ്റ്റ് കണ്ടോ. ഈ ഒരു ബ്ലൗസ് മേളത്തെ ബോർഡറിൻ്റെ അതേ കുറഞ്ഞ വീതി കുറഞ്ഞിടം ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ വീതിയുണ്ട്. ആ ആൻറ്റിക് സാരി ബോർഡറാണ് ഭയങ്കര ഒരു ഭംഗി, നല്ല രസമാണ് കണ്ടോ. നല്ലതല്ലേ, ഡാർക്ക് പർപ്പിൾ. ടൈം എത്രയായിക്കോളും? ടീൽ ബ്ലൂ വിത്ത് ഡാർക്ക് പിങ്ക് ഇവിടെ കാണിച്ച്. പിന്നെ നിങ്ങളതിൻ്റെ ആ സ്റ്റഫ് കണ്ടോ, ചന്തേരിയുടെ ആ ഒരു സ്റ്റഫ് കണ്ടോ, നല്ല ഭംഗിയല്ലേ. സ്റ്റഫ് മാത്രമല്ല, ഏറ്റവും ഭംഗിയുള്ള പാർട്ട് ഇതാ, ഈ ബോർഡർ. മുന്താണിതേ ഇങ്ങനെ. താഴത്തെ ബോർഡർ ഇങ്ങനെ. ബ്ലൗസ് ഇത് തന്നെ കോൺട്രാസ്റ്റ്. കണ്ടോ, നല്ലല്ലേ. ഏത് കളർ ടോണിലുള്ളവർക്കും നല്ല ആപ്റ്റായിട്ടുള്ള കളേഴ്സാണ് വരും. ഡാർക്കായി പോയോ ഇതായി പോവോ ഒന്നുമില്ല. ഡാർക്കായിട്ടുള്ളവർക്കും നല്ലതാ, ലൈറ്റായിട്ടുള്ളവർക്കും നല്ലത്. ലൈറ്റല്ല, ഫെയർ. ഇതിൻ്റെ മുന്താണിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് വീവിങ്ങിൽ. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലേ, എന്നിട്ട് തന്നെ പറയാത്തത്. ഇങ്ങനെ ഇത് കാണുന്ന അത്രയും ഭംഗി. അയ്യോ, ഇത് കണ്ടോ, ഈ ആൻറ്റിക് സാരി എന്ത് രസം അത് വീവ് ചെയ്തേക്കുന്നത് കാണാനെന്നറിയോ. ബ്ലൗസ് ദേ ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ട് താഴത്തെ സൈഡിൽ ആ വീതിയുള്ള ബോർഡറും മുകളിലത്തെ സൈഡിൽ ഈ വീതി കുറഞ്ഞ ബോർഡറുമാണ്. ഒരു സഫയർ ഗ്രീൻ ഷെയ്ഡ്. എല്ലാം ആ ഗ്രീൻ ഷെയ്ഡ് കൂടുതലാണ്. ഇതിൻ്റെ വേറൊരു ബോർഡറാണ്, സിൽവർ വരും. അത് വേറൊരു സ്റ്റൈലല്ലേ. ഇതൊക്കെ വൺ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് പോകുമ്പോൾ എന്നാ രസമായിരിക്കും അല്ലേ. പ്ലീറ്റ്സ് ഇടാം, അങ്ങനെ ഇത് ചെയ്തും ഇടാം, പ്ലീറ്റ് ഇടായിട്ടും ഇടാം. മുന്താണിതേ ഇങ്ങനെ ഗ്രേ കളറ്, ഗ്രേയും സിൽവറും കൂടെ കൂടിയിട്ടുള്ള ഒരു കളറല്ല, ഒരു കോമ്പിനേഷൻ. ഗ്രേ ആണ് ബ്ലൗസിൻ്റെ കളറ്, ബോർഡറിൻ്റെ കളറും ഗ്രേ ആണ്. ബ്ലൗസ് ഇതേ ഇങ്ങനെ. താഴത്തെ വശത്ത് ആ വീതിയുള്ള ബോർഡറും ഉണ്ട്. പിന്നെ ബോർഡറെ വരുമ്പോൾ സിൽവർ. നല്ല ഭംഗിയാന്ന് പറയും, നല്ല വെറൈറ്റി. ഇപ്പം ഇങ്ങനത്തെ ഈ ബനാറസി ബോർഡർ അല്ലെങ്കിൽ ജക്വാർഡ് വീവിങ് അല്ലെങ്കിൽ ആൻറ്റിക് സെറി ഇങ്ങനത്തെ ബോർഡറുകളാണ് എല്ലാം. പണ്ട് കാലത്തോട്ട് ഉള്ളതായിരിക്കാം, അങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ പണ്ട് കാലത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, സാരിയായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയൊക്കെ എല്ലാവരും ഉടുത്തൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം, ഒരു 4 കൊല്ലമായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അതിനെപ്പറ്റി എപ്പോഴും അതിനകത്താണല്ലോ, അതുകൊണ്ട് നന്നായിട്ട് അത്യാവശ്യം അറിയാം. തുടക്കത്തിലൊന്നും വലിയ ഇതൊന്നുമില്ല, കാരണം സാരി ഒന്നാമത് ഉപയോഗിക്കത്തില്ല, അതിൻ്റെ കൂടെ സാരിയായിട്ട് വലിയ ബന്ധങ്ങളും ഇല്ലായിരുന്നു. ഇപ്പോൾ സാരിയാണ് എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരി. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. റെഡിമെയ്ഡ് ബ്ലൗസ് ഞാൻ കാണിക്കാം കേട്ടോ. എനിക്ക് ഒത്തിരി പേഴ്സണൽ മെസ്സേജുകൾ വരുന്നുണ്ട്. പിന്നെ ഈ ബുക്കിങ്ങിന് എൻ്റെ പേഴ്സണൽ മെസ്സേജിലേക്ക് അയക്കരുത് കേട്ടോ, റിപ്ലൈ കിട്ടാൻ വലിയ പാടാണ്.
നിങ്ങൾക്ക് പലർക്കും മാറിപ്പോകുന്നുണ്ട്. ഗൂഗിൾ പേയുടെ നമ്പർ സേവ് ചെയ്തിട്ട് ഇസബല്ല എന്നായിരിക്കും സേവ് ചെയ്യുന്നത്. എൻക്വയറിയും വരുന്നത് എനിക്ക്, ഞാനാണ് എപ്പോഴെങ്കിലും ഒക്കെ അതൊക്കെ കാണുന്നത്, ഏതെങ്കിലും ഒരു സമയത്തൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് കറക്റ്റ് റിപ്ലൈ ഒന്നും എനിക്ക് ഒന്നാമതെ നമുക്ക് അതിൻ്റെ ഒരു നിലവ് അറിയത്തുമില്ലായിരിക്കും. രണ്ടാമത് നിങ്ങളോർക്കും ഇതന്നെ ആൻസർ തരാത്തതെന്ന്. അപ്പുറത്തെ വേറെ ഈ സ്ക്രീനെ കാണുന്ന നമ്പറിലാണ് വാട്സപ്പ് ചെയ്യേണ്ടത്. അതുപോലെ എൻക്വയറി നടത്തുന്നത് യൂട്യൂബിൽ നിങ്ങൾ കമൻ്റായിട്ടിടാതെ ഈ വാട്സപ്പ് ഒന്ന് സേവ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ഇടുക. എന്നപ്പോൾ അപ്പം തന്നെ കിട്ടും. യൂട്യൂബിലെ കമൻറ്റൊക്കെ നമ്മൾ അന്നേരം അപ് ടു ഡേറ്റ് ആയിട്ട് വാച്ച് ചെയ്യാറില്ലല്ലോ എന്നല്ല, ചെയ്യാറില്ല. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.